വ്യക്തമായ ലീഡിൽ PVC പള്ളാത്തുരുത്തി 6ാം കപ്പ് കരസ്ഥമാക്കുമെന്നുള്ളത് തർക്കമൊന്നും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്വന്തം നാടായ ആലപ്പുഴ പുന്നമട സീറോ ജെട്ടിയിലാണ്. ഇന്ന് ഞങ്ങളുടെ ആലപ്പുഴക്കാരുടെ ഒരു ഉത്സവത്തിന് കൊടിയേറിന് മുന്നേ ഉള്ള കുറച്ച് പരിപാടികളാണ്. ഇന്നിവിടെ നടക്കുന്നത് ആലപ്പുഴ പുന്നമട PBC ക്ലബ്ബ് അതിൻ്റെ ഒരു സെലക്ഷൻ ട്രയൽസിൻ്റെ വിശേഷങ്ങളാണ്. ഒരു വള്ളംകളി തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിലെ കാഴ്ചകളും നമുക്ക് നേരിട്ട് കാണാം. 2025 നെഹ്റു ട്രോഫി PVCയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഹാട്രിക്കാണ്. ആറാമത്തെ കപ്പിനാണ് PVC ഈ 2025 അണിഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ടീം സെലക്ഷനാണ് നമ്മളിന്നിവിടെ നടത്തുന്നത്. നമുക്കൊരു 10-30 പരം ടീമംഗങ്ങൾ നമ്മുടെ പല ജോലി സംബന്ധമായൊക്കെ PVC കഴിഞ്ഞ വർഷം കളിച്ചവർ പോയിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഇൻ്റർവ്യൂ നടത്തിയാണ് എടുക്കുന്നത്. ഏതാണ്ട് 100-100 ചില്ലുവാനം കായിക താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് 18 വയസ്സിനും 25 വയസ്സിനും ഇടയ്ക്കുള്ളവരാണ് നമ്മൾ പുരുഷെടുക്കുന്നത്. ഈ വർഷം PVCയെ സംബന്ധിച്ചിടത്തോളം ഡബിൾ ഹാട്രിക്ക് 6 വള്ളത്തേൽ 6 വർഷം വിജയിക്കുന്ന കേരളത്തിൽ ഒരു ടീമില്ല. ആ ടീം അത് PVC ആയിരിക്കും. ഇത് 5 എണ്ണം നമ്മൾ ജയിച്ചു കഴിഞ്ഞു. 6ാമത്തെ കപ്പിനായി നമ്മൾ ഈ വർഷം ട്രാക്കിലേക്ക് പോവുകയാണ്. മേപ്പാടൻ ചുണ്ടൻ എല്ലാ വർഷവും 2018 തൊട്ടിങ്ങോട്ട് വള്ളം മാറിയാണ് നമ്മൾ കളിക്കുന്നതെല്ലാം വ്യത്യസ്ത വള്ളങ്ങളിലാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മുടെ ഡബിൾ ഹാട്രിക്കാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഈ വർഷവും എല്ലാ വർഷത്തെ പോലെ തന്നെ എല്ലാ വർഷവും നമ്മൾ കടുകട്ടിയായിരുന്നു. വ്യക്തമായ ലീഡ് കുറഞ്ഞാണ് PVC ജയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ വർഷം വ്യക്തമായ ലീഡിൽ PVC പള്ളാത്തുരുത്തി 6ാം കപ്പ് കരസ്ഥമാക്കുമെന്നുള്ളത് തർക്കമൊന്നും. കേരളത്തിലെ പ്രധാന ജലമേളകളിൽ ഒന്നാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ആലപ്പുഴ ജില്ലയിൽ പുന്നമട കായലിലാണ് ഈ ഒരു വള്ളംകളി നടക്കുന്നത്. വർഷത്തിലൊരിക്കൽ അരങ്ങേറുന്ന ഈ ജലമാമാങ്കം ഒട്ടനവധി മറുനാടൻ വിദേശ സഞ്ചാരികളെയും ആകർഷിക്കുന്നുണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി സമിതിയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തെ 2ാം ശനിയാഴ്ച അരങ്ങേറുന്ന ഈ ജലമേള അരനൂറ്റാണ്ട് പിന്നിട്ടു. ഒരു നാടിന്റെ മുഴുവൻ അധ്വാനത്തിന്റെ ഫലമായാണ് ഒരു വള്ളം കളിക്കായി തയ്യാറെടുക്കുന്നത്. അതിൽ കരയ്ക്ക് നിൽക്കുന്നവരും വള്ളം തുഴയുന്നവരും എല്ലാവരുടെയും ഒരേപോലുള്ള അധ്വാനത്തിന്റെ ഫലമാണ്. 25 വയസ്സ് വരെ പ്രായമുള്ളതും കായികക്ഷമതയുള്ളവർക്കും വള്ളം തുഴയാൻ അറിയാവുന്നവർക്കും ഈ ഒരു വള്ളംകളി ട്രയൽസിൽ പങ്കെടുക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 30 ദിവസമെങ്കിലും ഒരു വള്ളംകളി ക്യാമ്പ് നടത്തും. ഈ ഒരു ക്യാമ്പിലോട്ട് സെലക്ഷൻ കിട്ടുന്നവർക്ക് ആഹാരവും കടക്കാനുള്ള സൗകര്യവും കൂടാതെ അവർക്ക് ഒരു ദിവസത്തെ കൂലിയും നൽകുന്നതാണ്. ഒരു കൃത്യനിഷ്ഠമായ ജീവിത രീതിയിലൂടെയാണ് തുഴച്ചിലുകാരൻ മുന്നോട്ട് പോകുന്നത്. 6 പ്രാവശ്യം തുടർച്ചയായി നെഹ്റു ട്രോഫി എടുത്ത PBC ക്ലബിന്റെ സെലക്ഷൻ ട്രയൽസ് ആണ് ഇവിടെ നടക്കുന്നത്. വള്ളം തുഴയിച്ചും കായികക്ഷമത പരിശോധിച്ചിട്ടൊക്കെയാണ് ഓരോരുത്തവരെയും സെലക്ട് ചെയ്യുന്നത്. ഈ ഒരു സെലക്ഷൻ ട്രയൽസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മറ്റു ജില്ലകളിൽ നിന്നും മറ്റു കരകളിൽ നിന്നും ആളുകൾ ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. കായികപരമായി കരുത്തുള്ളവർക്കും വള്ളം നന്നായിട്ട് തുഴയാൻ അറിയാവുന്നവർക്കുമാണ് ഇവിടെ അവസരമുള്ളത്. ഒരു വള്ളംകളി ടീമിന് ഏകദേശം 1 കോടി രൂപ വരെ ചെലവാകാറുണ്ട്. കന്നാസ് ഉപയോഗിച്ച് വള്ളത്തിന്റെ സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്ന ഈ ഒരു ചെങ്ങാടത്തിലാണ് ആദ്യം ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്. ഏതൊരു നാടിന്റെയും ഉത്സവം പോലെ ആലപ്പുഴക്കാരുടെ ഉത്സവം എന്നറിയപ്പെടുന്നതും ഈ വള്ളംകളി തന്നെയാണ്. പുന്നമടയുടെ ഓളപ്പെരുപ്പിൽ വള്ളംകളി കാണുവാൻ വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളാണ് വരുന്നത്. പ്രായപരിധി പോലും ഇല്ലാതെ എല്ലാവരെയും ഒരേപോലെ ഹരം കൊള്ളിക്കുന്ന ഈ ഒരു വള്ളംകളി നിങ്ങൾ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും കണ്ടിരിക്കണം. 2025 ഈ വർഷത്തെ നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഏത് വള്ളം ജയിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാൻ പറ്റുമോ? വള്ളംകളിയുടെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും കൂടുതൽ കാഴ്ചകൾ കാണുന്നതിനും ഇപ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൂ.